ഹലോ, ഞാൻ എന്താ ഇത്ര ബിസി ആയിട്ട് കഴിക്കുന്നതെന്നല്ലേ? ഇതെന്നാന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വെൽക്കം ടു ജോ ആൻഡ് ജോയ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല യമ്മി ആയിട്ടുള്ള ഒരു മാംഗോ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മാങ്ങ, വലിയ പഴുത്ത മാങ്ങ എടുത്തേക്കുന്നത്, നാരില്ലാത്ത മാങ്ങ എടുക്കണേ. പിന്നെ ഒരു 1/4 കപ്പ് ഷുഗർ, ബേക്കിംഗ് പൗഡർ, പിന്നെ നമ്മുടെ 3 മുട്ട, മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ, പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വനില എക്സ്ട്രാക്റ്റ് ആണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ആദ്യം ഈ ഒരു മാങ്ങ എടുത്തിട്ട് ചെറിയ പീസുകളാക്കി ഒരു ചെറിയ മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലതായിട്ട് പ്യൂരിഡാക്കി എടുക്കുവാണ് കേട്ടോ. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങയും ഫ്ലഷി ആയിട്ടുള്ള മാങ്ങ എടുക്കാൻ നോക്കണേ. എന്നിട്ട് അത് നമ്മളൊരു പാനിലോട്ട് ഇട്ടിട്ട് ഞാനൊരു ഇച്ചിരി ഷുഗറും കൂടി ഇട്ടു, ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഒന്നുകൂടി ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ കൂടുതൽ ഷുഗർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊരു 3 മിനിറ്റ് ഒരു മീഡിയം ഹീറ്റിലിട്ട് ഇങ്ങനെ നല്ല ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്കിന് ഒന്നുകൂടെ നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും, പിന്നെ ഒരു പ്രത്യേക ഫ്ലേവറും ആയിരിക്കും. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ചെറിയ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഈ 3 മുട്ട അടിച്ചെടുത്തു. പിന്നെ ആ പൊടിയായിട്ട് കാണുന്നത് എന്നാന്നല്ലേ, ആ 1/4 കപ്പ് ഷുഗർ അവിടെ ഇരുന്നില്ലേ, അത് മിക്സിയിലൊന്ന് പൊടിച്ചതിനകത്ത് ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഞാൻ എണ്ണയ്ക്ക് പകരം നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കാം കേട്ടോ, അല്ലെങ്കിൽ ബട്ടർ ഉരുക്കി ഒഴിക്കുകയോ ചെയ്യാം. ഇച്ചിരി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ നെയ്യ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളിനി അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി ഒരു 1/2 ടീസ്പൂണെന്ന് ഞാൻ പറയും, പിന്നെ വാനില എക്സ്ട്രാക്റ്റ്. അതൊരു ജസ്റ്റ് മുട്ടയുടെ ആ ഫ്ലേവറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതിൻ്റെ ആ ഒരു ഉളുമ്പ് ചൊവയൊക്കെ. പിന്നെ നമ്മൾ ആ പ്യൂരിഡ് ആക്കി വെച്ചിരിക്കുന്ന മാംഗോ ഇല്ലേ, അതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുക. ഈ പറഞ്ഞ പോലെ മിക്സർ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ച് ചേർത്തെടുക്കുവാണ് എല്ലാം കൂടെ ഒരുമിച്ച്. അപ്പം മുട്ടയും ഓയിലും വനില എക്സ്ട്രാക്റ്റും മാംഗോ പ്യൂരിയും ഷുഗർ പൊടിച്ചതും കൂടെ ഒരുമിച്ചെടുത്ത് നമ്മളിത് മിക്സ് ചെയ്തു. ഇനിയാണ് നമ്മൾ പൊടി ചേർക്കാൻ പോകുന്നത്. ഓൾ പർപ്പസ് ഫ്ലവറാണ്. അത് 1 കപ്പ് എടുത്തിട്ട് നന്നായിട്ട് അരിച്ച് കുറേശ്ശെ അതിനകത്തോട്ട് നമ്മളിട്ട് മിക്സ് ചെയ്യുക ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ബേക്കിംഗ് സോഡ 1/2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറാണേ, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള ടിന്നിൽ ബട്ടർ നന്നായിട്ട് തേച്ചിട്ട് അതിനകത്ത് കുറച്ച് മൈദ ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്, ഈസി ആയിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം നിങ്ങൾക്കിത് പിന്നെ ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിതിനകത്തോട്ട് നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, നല്ല ഒത്തിരി ലൂസല്ല എന്നാൽ ഒത്തിരി തിക്കും അല്ല, അതൊരു കൺസിസ്റ്റൻസി വരും. ഇതിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്നാത്തിനാണെന്നറിയാവോ, അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനിടയ്ക്ക് ഞാൻ അവനാണെങ്കിൽ നല്ലതായിട്ടൊന്ന് ചൂടാക്കിയിട്ടു കേട്ടോ, ഒരു 10 മിനിറ്റ് ചൂടാക്കിയിട്ടു. എന്നിട്ട് ഇനി നമ്മളത് ബേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170 ഡിഗ്രിയിൽ സെൽഷ്യസിൽ പിന്നെ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി. പിന്നെ അവൻ്റെ ഒക്കെ ഒരു ടെമ്പറേച്ചറും ഒക്കെ അനുസരിച്ച് മാറും കേട്ടോ. ഇത് ക്രീമാണ്, വിപ്പിംഗ് ക്രീം. അത് ഞാനൊന്ന് ബീറ്റ് ചെയ്തുകൊണ്ട് വരാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് നല്ല സോഫ്റ്റായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെയും കേക്ക് ഇത്ര മതിയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം. നമുക്ക് മാംഗോയുടെ ഫ്ലേവറും മധുരവും എല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റി ആയിട്ട് പ്ലെയിൻ കേക്കായിട്ട് കഴിക്കാം. ഇത് ഞാൻ പക്ഷേ എങ്കിൽ കുറച്ച് ക്രീമും ഒക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടെ അൺഹെൽത്തി ആണ് ശരിക്കും, ഒരുപാട് ക്രീമും ഒരുപാട് മാംഗോ സിറപ്പും ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പം. പക്ഷേ എങ്കിൽ പിള്ളേർക്കൊരു ഒക്കെ ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനതിന് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് 2 പീസാക്കി കേട്ടോ. നമ്മൾ ബേക്ക് ചെയ്ത് വെച്ച ആ കേക്കിന് 2 പീസാക്കിയിട്ട് ഞാൻ ആ വിപ്പ് ചെയ്തിട്ട് ക്രീം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ആ ക്രീം എടുത്തിട്ട് ഇപ്പോൾ ഇതിനിടയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഒത്തിരി ക്രീം ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറേശ്ശെ അവിടെ നിറച്ച് ക്രീം നന്നായിട്ട് തേച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് മറ്റേതും കൂടെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അതൊന്ന് തേച്ചൊക്കെ പിടിപ്പിച്ചു. ഒന്നുകൂടെയൊക്കെ ഷേപ്പ് ചെയ്ത് ഞാൻ പിന്നെ കേട്ടോ. ഇത് ആ 2ാമത്തെ മാങ്ങയാണ്. അതും ഇതുപോലെ പ്യൂരീഡ് ആക്കിയിട്ട് നന്നായിട്ട് ഇതിനകത്ത് ഞാൻ 5 ടേബിൾ സ്പൂൺ ഷുഗർ ഒഴിച്ച് നന്നായിട്ട് അതും ഈ പറഞ്ഞ പോലെ ഇത് ഇച്ചിരൂടെ കുറച്ച് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുത്തു. അപ്പോൾ ആദ്യം നമ്മൾ ആ വിപ്പിംഗ് ക്രീം തേച്ച് റെഡിയാക്കി വെച്ച ആ കേക്കില്ലേ, അത് ഞാനൊരു 1.5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് എടുത്തിട്ടാണ് നമ്മുടെ ഈ മാംഗോ സിറപ്പ്, അതായത് നന്നായിട്ട് തണുത്തിട്ട് വേണം ഈ സിറപ്പ് ഇതിൻ്റെ മുകളിലോട്ട് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട്
ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഡേയിലാണ് നല്ലത്. ഞാനിതിപ്പോൾ ഇന്ന് തന്നെ എടുത്തു, അതുകൊണ്ട് നമുക്ക് അത്ര ടേസ്റ്റ് തോന്നത്തില്ല. പക്ഷേ നെക്സ്റ്റ് ഡേയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുക. നല്ല ടേസ്റ്റാണ്. മാംഗോയുടെ നല്ല ഫ്ലേവറാണ്. കാരണം നമ്മളിതിനകത്ത് മാംഗോ ജ്യൂസൊന്നും അല്ലല്ലോ ഒഴിച്ചത്. 2 നല്ല മാംഗോ എടുത്തിട്ട് അതിനകത്തോട്ട് പിന്നെ ഈ പ്യൂരിഡ് ആക്കിയല്ലേ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ആ ക്രീമും കൂടെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.